നമ്മൾ ജെഇമെയിന് കുറച്ച് ചാപ്റ്റേഴ്സ് എക്സ്ട്രാ പഠിക്കണം. അത് ഒബ്വിയസ്ലി ഉണ്ട്. സെഷൻ 1 പേപ്പേഴ്സും സെഷൻ 1 സൊല്യൂഷൻസും ഒന്ന് റിവ്യൂ ചെയ്യണം. അപ്പം സെഷൻ 1 മാത്സ് പാടായിരുന്നെങ്കിൽ ആ ഓവറോൾ പാറ്റേൺ റിപ്പീറ്റ് ചെയ്യാനുള്ള ടെൻഡൻസീസ് ഭയങ്കര കൂടുതലാണ്. കഴിയാവുന്ന അത്രയും നിങ്ങൾ പ്രീവിയസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ചെയ്യുമ്പോൾ ആ കൈതഴക്കം വരും. അതാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഈ അഡ്വാൻസ് പേപ്പർ അപ്രോച്ച് ചെയ്യുമ്പോൾ അത് ആദ്യമായിട്ട് കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്ന കണ്ടന്റ് മാറ്റർ അല്ല, ആ ക്വസ്റ്റിന്റെ ഡെപ്ത് ആണ് അവിടെ പ്രശ്നമായിട്ട് വരുന്നത്. 2025 ജെഇ മെയിൻ സെഷൻ 1 എക്സാം കഴിഞ്ഞിരിക്കുകയാണ്. വിദ്യാർത്ഥികളെല്ലാവരും ജെഇ മെയിൻ സെഷൻ 2 പഠിക്കുകയാണ്. അതുപോലെ തന്നെ ജെഇ അഡ്വാൻസിന് പഠിക്കുന്ന ഒത്തിരി വിദ്യാർത്ഥികളുണ്ട്. അവർക്ക് ഒത്തിരി കൺഫ്യൂഷൻസ് ഉണ്ട്. ഇനിയുള്ള സമയങ്ങളിൽ എങ്ങനെ പഠിക്കണം, ജെഇ മെയിൻ എങ്ങനെ പഠിക്കണം, ജെഇ അഡ്വാൻസിന് എങ്ങനെ പഠിക്കണം. ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമാകുന്ന ഇൻസ്ട്രക്ഷൻസുമായിട്ട് നമ്മോടൊപ്പം ബ്രില്യൻ സ്റ്റഡി സെന്ററിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥി ജോയിൻ ചെയ്യുകയാണ്. വിശ്വനാഥ് വിനോദ്. ജെഇ മെയിൻ എക്സാമിന് 506 ഓൾ ഇന്ത്യ റാങ്ക്. അതുപോലെ തന്നെ ജെഇ അഡ്വാൻസ്ഡ് എക്സാമിന് 252 ആയിരുന്നു. വിശ്വനാഥിനോട് നമുക്ക് ചോദിക്കാം, ഇനിയുള്ള ദിവസങ്ങൾ, വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ, ജെഇ മെയിനും ജെഇ അഡ്വാൻസിനും എങ്ങനെ പഠിക്കണം? ജെഇ മെയിനും ജെഇ അഡ്വാൻസ് ക്വസ്റ്റ്യൻ പാറ്റേൺ ഡിഫറെൻ്റ് ആയിരിക്കും. സിലബസ് കുറച്ചൊക്കെ വ്യത്യാസം കാണും. എന്നാലും എസെൻസിൽ ഒരേ സാധനമാണ്. നമ്മൾ ജെഇ മെയിന് കുറച്ച് ചാപ്റ്റേഴ്സ് എക്സ്ട്രാ പഠിക്കണം. അത് ഒബ്വിയസ്ലി ഉണ്ട്. പക്ഷേ നമ്മൾ ജെഇ മെയിൻ സെഷൻ 1, ഇപ്പം നിങ്ങൾ ജെഇ മെയിൻ സെഷൻ 1 കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പം നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് അഡ്വാൻസിനാണ്. ഈ അഡ്വാൻസിന് ഒബ്വിയസ്ലി IIT എയിമിന് നിങ്ങൾക്ക് അഡ്വാൻസ് ആണല്ലോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാം. ജെഇ മെയിൻ സെഷൻ 2 നമുക്ക് സെക്കൻഡ് അറ്റംപ്റ്റ് പോലെയാണ് നിങ്ങൾ ട്രീറ്റ് ചെയ്യേണ്ടത്. അതായത് ഒരു ഗിവ് ഇറ്റ് ഓൾ എന്ന മെൻറ്റാലിറ്റി വെച്ച് വേണം അറ്റൻഡ് ചെയ്യാൻ. അവിടെ നമ്മൾ ആ മെയിൻസിൻ്റെ കൺസെപ്റ്റ്സും മെയിൻസിന് വേണ്ട ചാപ്റ്റേഴ്സും നിങ്ങൾക്ക് വീണ്ടും ഇടയ്ക്ക് റിവിഷൻ ചെയ്യണം. എന്നാലും അഡ്വാൻസ് പ്രൈമറി ഫോക്കസ് കൊടുത്തിട്ട് വേണം നിങ്ങൾ മുന്നോട്ട് നീങ്ങാൻ. ഈ പറഞ്ഞ IIT ക്വാളിഫൈ ചെയ്യാൻ നമുക്ക് വേണ്ടത് കുറച്ച് ചാപ്റ്റേഴ്സിൻ്റെ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ, നമുക്ക് ആ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്താൽ തന്നെ നമുക്ക് IITയിലേക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റും. പക്ഷേ ദ പ്രോബ്ലം വിത്ത് ദാറ്റ് ആസ്പെക്ട് ഇസ് ദാറ്റ് നമ്മൾ ഒരു ജെഇ അഡ്വാൻസ് പേപ്പർ അപ്രോച്ച് ചെയ്യുമ്പോൾ അത് ആദ്യമായിട്ട് കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്ന കണ്ടന്റ് മാറ്റർ അല്ല, ആ ക്വസ്റ്റിൻ്റെ ഡെപ്ത് ആണ് അവിടെ പ്രശ്നമായിട്ട് വരുന്നത് മിക്ക സ്റ്റുഡൻസിനും. അപ്പം നിങ്ങൾ കഴിയാവുന്ന അത്രയും എല്ലാ ചാപ്റ്റേഴ്സും അതിൻ്റെ മാക്സിമം ക്ലാരിറ്റിയോടെ പഠിച്ച് മുന്നോട്ട് നീങ്ങണം. മാത്സും ഫിസിക്സും കെമിസ്ട്രിയും കഴിയാവുന്ന അത്രയും നിങ്ങൾക്ക് പ്രീവിയസ് ചെയ്യാൻ പറ്റുമോ, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നു, അതിലാണ് നിങ്ങൾ. പിന്നെ നിങ്ങൾക്ക് വീക്കായിട്ട് തോന്നിയ ആപ്റ്റർ, ഇപ്പോൾ ജെഇ മെയിൻ സെഷൻ കഴിഞ്ഞിരിക്കുമ്പോൾ നിങ്ങൾക്ക് ചില ആപ്റ്റേഴ്സ് മനസ്സിലാവും, ചിലത് വീക്കാണ്, ചില കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യണം, കുറച്ചുകൂടെ മനസ്സിലാക്കാറുണ്ട്. അത് നിങ്ങളൊരു സെൽഫ് ഇൻട്രോസ്പെക്ഷൻ നടത്തിയിട്ട് വേണം നിങ്ങൾ മുന്നോട്ട് നീങ്ങാൻ. അതായത് നിങ്ങൾ ഈ ചാപ്റ്റർ ഇപ്പോൾ പാടാണ്, നിങ്ങൾ കുറച്ചുകൂടെ അതിൻ്റെ വീഡിയോ ട്യൂട്ടോറിയൽസ് കണ്ടോ, കുറച്ചുകൂടെ എക്സാംസ് എഴുതിയിട്ടോ, അതിൻ്റെ പഴയ ചെയ്ത ക്വസ്റ്റ്യൻസ് ഒന്നുകൂടെ ഒന്ന് റിവ്യൂ ചെയ്തിട്ടോ ട്രൈ ടു മേക്ക് യുവർ വീക്ക് പോയിന്റ് സ്ട്രോങ് വൺ. അതാണ് എനിക്ക് നിങ്ങളോട് അഡ്വാൻസിനെ കുറിച്ച് പറയാനുള്ളത്. അഡ്വാൻസ് ഒരു മൈൻഡ് ഗെയിം പോലെ ട്രീറ്റ് ചെയ്ത് നിങ്ങൾ കഴിയാവുന്ന അത്രയും ഫോക്കസ് ആയിട്ട് ആ 3 മണിക്കൂർ പെർഫോം ചെയ്യണമെങ്കിൽ നിങ്ങൾ ഈ കുറേ മോഡൽ എക്സാംസും പ്രീവിയസിലൊക്കെ ചെയ്ത് നിങ്ങൾക്ക് ആ എക്സ്പീരിയൻസ് വേണം. അപ്പോൾ ഏറ്റവും കൂടുതൽ കഴിയാവുന്ന അത്രയും എക്സാംസ് എഴുതിക്കൊണ്ടിരിക്കുക. ജെഇ മെയിൻ സെഷൻ 2 അറ്റൻഡ് ചെയ്തതിന് മുന്നേ നിങ്ങൾ ചെയ്യുന്ന ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം സെഷൻ 1 പേപ്പേഴ്സും സെഷൻ 1 സൊല്യൂഷൻസും ഒന്ന് റിവ്യൂ ചെയ്യണം. കാരണം ഈ സെഷൻ 2 സെഷൻ 1 നമ്മൾ ഒബ്വിയസ്ലി ഡിഫിക്കൽട്ടിയിലും ഒരു സെഷൻ അനുസരിച്ച് നമുക്ക് വ്യത്യാസങ്ങൾ വരും. ബട്ട് എന്നാൽ ആ ഓവറോൾ പാറ്റേൺ വരുന്നത്, ഇപ്പം സെഷൻ 1 മാത്സ് പാടായിരുന്നെങ്കിൽ ആ ഓവറോൾ പാറ്റേൺ റിപ്പീറ്റ് ചെയ്യാനുള്ള ടെൻഡൻസീസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ സെഷൻ 1 പേപ്പേഴ്സ് എല്ലാം കഴിയാവുന്ന അത്ര റിവ്യൂ ചെയ്തിരിക്കണം. അതുപോലെ തന്നെ മെയിൻസിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജസ് ആയിട്ട് ഇത്രയും സെഷൻസ് നടക്കുമ്പോൾ നമുക്ക് കുറേ പ്രീവിയസ് പ്രാക്ടീസ് ചെയ്യാൻ കിട്ടും. കഴിയാവുന്ന അത്രയും നിങ്ങൾ പ്രീവിയസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ചെയ്യുമ്പോൾ ആ കൈതഴക്കം വരും. അതാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്.